Okay, fine. ഇത് നമ്മുടെ ഫോക്കസ് മോഡ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ. ഫോക്കസ് മോഡ് നമ്മൾ മെയിൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് ഒരു 45 മിനിറ്റ്സിനകത്ത് നമ്മുടെ ഇന്നത്തെ വ്യൂ. ഫോർ എക്സാമ്പിൾ ഞാൻ ഇന്നിപ്പോ ഈ വീഡിയോ ചെയ്യുന്നത് 24-ാം തീയതിയാണ്. പക്ഷെ 23-ാം തീയതിയിൽ എന്റെ മാർക്കറ്റിൽ ഒരു ആന്റിസിപ്പേഷൻ എന്താണ്, ട്രേഡിനെ പറ്റി, അന്നത്തെ ദിവസത്തെ മാർക്കറ്റ് മൂവിനെ പറ്റിയുള്ള ആന്റിസിപ്പേഷൻ എന്താണ്, അതേപോലെ തന്നെ എന്താണ് അന്ന് മാർക്കറ്റിൽ നടന്നിട്ടുള്ളത്, നമ്മുടെ ആന്റിസിപ്പേഷൻ എഗെയിൻസ്റ്റ് ആണോ, എന്തായിരുന്നു പ്രോപ്പർ ആയിട്ട് നടന്നിട്ടുള്ളത്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഈ ഒരു ഏരിയയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ എൻ്റെ അടുത്ത് എൻട്രി പറയാം. അതിന് മുന്നായിട്ട് നമ്മുടെ മാർക്കറ്റിൽ ഒരു കറന്റ് വ്യൂ നോക്കുകയാണെങ്കിൽ ഇതൊരു മന്ത്ലി ഓർഡർ ബ്ലോക്ക്. ഓക്കെ, മന്ത്ലി മന്ത്ലി ഓർഡർ ബ്ലോക്കിന് മുന്നായിട്ട് ഒരു ലിക്വിഡിറ്റി ഒക്കെ എടുത്ത് മാർക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, കറന്റ് ഫാൾ ചെയ്യുന്നുണ്ട്. ഫാൾ ചെയ്യുന്ന രീതി നോക്കിയാൽ ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് അല്ലെങ്കിൽ ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. മാർക്കറ്റ് അത് കംപ്ലീറ്റ് ചെയ്തിട്ട് ആ, താഴെ കൊണ്ടുപോകും, താഴെ ആയി. അതിനുശേഷം വീണ്ടും ഇവിടെ നിന്ന് ഫാൾ കണ്ടിന്യൂ ചെയ്തു. അഗെയിൻ ഇപ്പൊ നിൽക്കുന്നത് ഈ ഒരു ഓർഡർ ബ്ലോക്ക്, മാർക്കറ്റ് വീഴ് വന്നു, താഴെ വന്നു. വീക്കിലി ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ അല്ലെങ്കിൽ വീക്കിലി ഹയർ ലോ ഉണ്ടായിരുന്നത് മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. വീക്ക്ലി ഹയർ ലോ ഉണ്ടായിരുന്നത് മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ട് ബോഡി ക്ലോസ് വെച്ചിട്ടുണ്ട് 4 hours, ഒരു 1 day ടൈം ഫ്രെയിമില്. അതേപോലെ തന്നെ തിരിച്ചു കയറുമ്പോൾ നമ്മുടെ ഇവിടെയുള്ള ഏറ്റവും ലാസ്റ്റ് ഉള്ള ഒരു ഓർഡർ ബ്ലോക്കിൽ മാർക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, റെസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവിടെ വെച്ചിട്ടാണ് മാർക്കറ്റ് ഇപ്പോൾ കറന്റ് ഇപ്പൊ നിൽക്കുന്ന സ്റ്റേജ്. ഓക്കെ, ഈ ഒരു സ്റ്റേജിൽ നിൽക്കുക. ഞാനൊരു 1 hour സെക്ഷനിൽ ഫ്രൈഡേ ഉണ്ടായിരുന്ന ഫ്രൈഡേ ഇതിനായിരുന്നു, ഇവിടെയായിരുന്നു ഫ്രൈഡേ ക്ലോസ്. ഇതാണ് ഫ്രൈഡേയിലെ ക്ലോസ്. ഓക്കെ, ഇത് മൺഡേ ഓപ്പണിംഗ്. ഇപ്പൊ ഫ്രൈഡേ ക്ലോസ് മുന്നേ എന്റെ ഒരു ആന്റിസിപ്പേഷൻ എന്ന് പറയുന്നത് ഇവിടെ ഒരു മേജർ ആയിട്ടുള്ള ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു മേജർ ഓർഡർ ബ്ലോക്ക്. സോ ഈ ഒരു ഓർഡർ ബ്ലോക്ക് വരുന്നതിന് മുന്നായിട്ട് ഒരു ഇൻഡ്യൂസ്മെന്റ് ക്രിയേറ്റ് ചെയ്യും. ഞാൻ വീണ്ടും ICT-ലോട്ട് തന്നെ, SMC-ലോട്ട് തന്നെ ഞാൻ മാറി തോന്നി. അതായത് ഇപ്പൊ നോക്കുന്ന ഫുള്ള് ഇൻഡ്യൂസ്മെന്റ് ഉണ്ട്. ഇൻഡ്യൂസ്മെന്റ്, എനിക്കറിയില്ല, വർക്കിംഗ് അല്ലാണ്ട് നമ്മൾ മാറിപ്പോയ ഒരു ഇതാണ്. എന്നാലും നോക്കാം, നമുക്കിപ്പോ ഇത് നല്ല രീതിയിൽ റിവ്യൂ കാര്യങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, ഫൈൻ. ഇപ്പൊ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഇൻഡ്യൂസ്മെന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്കറ്റ് എന്ത് ചെയ്യും, ഞാൻ ആന്റിസിപ്പേറ്റ് ചെയ്ത് ഇവിടെ നിൽക്കും. അത് വെള്ളിയാഴ്ച മാർക്കറ്റ് എഗെയിൻ നമ്മളുടെ ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ വരികയും, ഇത് ICT ഓർഡർ ബ്ലോക്കാണ്. ഇവിടെ വന്നിട്ട് ഇവിടെ നിന്ന് ഓൾമോസ്റ്റ് ന്യൂ ഹൈ ക്രിയേറ്റ് ചെയ്ത് മാർക്കറ്റ് താഴെ വന്ന് നമ്മുടെ ഈ ഓർഡേഴ്സ് എടുക്കും, അല്ലെങ്കിൽ ഓർഡർ ബ്ലോക്ക് then വീണ്ടും ന്യൂ ഹൈ ക്രിയേറ്റ്. ഓക്കെ, ഇതായിരുന്നു എന്റെ ആന്റിസിപ്പേഷൻ. അതായത് വെള്ളിയാഴ്ച ഉണ്ടായിരുന്നു ഇവിടെ തന്നെ അപ്സൈഡ് പോകുന്നു, ന്യൂ ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത് ഇൻഡ്യൂസ്മെന്റ് ആവും. വൺസ് ഇൻഡ്യൂസ്മെന്റ് ആയി കഴിഞ്ഞാൽ താഴെ വന്ന് ഓർഡേഴ്സ് കളക്ട് ചെയ്യുന്നു. ഇതായിരുന്നു ഒരു ആന്റിസിപ്പേഷൻ നടക്കുന്നത്. ബട്ട് നോക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ മൺഡേ ഓപ്പൺ ആയത് ഈ ഒരു ഭാഗം, മൺഡേ ഇവിടെ ഓപ്പൺ ആയിട്ട് മാർക്കറ്റ് സ്ലൈറ്റ്ലി അപ്ലോട്ട് പോയി, നല്ല സ്ട്രോങ്ങർ ആയിട്ട് അപ്ലോട്ട് പോയി. ഇപ്പൊ സ്ട്രോങ്ങർ ആയിട്ട് അപ്ലോട്ട് പോയ സമയത്ത് എന്റെ ഒരു ശരിക്കും പറഞ്ഞാൽ നമ്മൾ നോർമലി ട്രെയിൻ എടുക്കുന്നത് ഇവിടെ നിന്ന് ഈ ഒരു ഇത് ക്ലോസ് ചെയ്ത് അപ്ലോട്ട് വന്ന് എഗെയിൻ ഒരു ഇവിടെ ഒരു ഓർഡർ ബ്ലോക്കിൽ ട്രാക്ക് ചെയ്തതായിട്ട് മെത്തോട്ട് എടുക്കുന്നത് കൺഫർമേഷൻ ചെയ്തിട്ട്. ഞാൻ പക്ഷെ ചാടി കയറി ഇവിടെ തന്നെ എൻട്രി എടുത്തു. 190 സംതിങ് ഡോളറിന്റെ സ്റ്റോപ്പ് ലോസ്, എക്സാക്ട് നിയർ ബൈ $100 സ്റ്റോപ്പ് ലോസും വെച്ച് വേറെ എൻട്രി എടുക്കും. ടാർഗറ്റ് ഇവിടെ കൊണ്ടുവച്ചു. അപ്പൊ അതിലും അറൗണ്ട് $100 അടുത്ത് പ്രോഫിറ്റ് 1:1 ഒരു റിസ്ക് വന്ന് എൻട്രി എടുക്കും. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി മാർക്കറ്റ് എന്ത് ചെയ്തു, ഇവിടെ നിന്ന് സ്ട്രോങ് ഇത് കിട്ടിയില്ല, മാർക്കറ്റ് ഫാൾ ചെയ്തു. അഗൈൻ ഫാൾ ചെയ്തു. അങ്ങനെ മാർക്കറ്റ് ഞങ്ങൾക്ക് എന്തുണ്ടായി, സ്റ്റോപ്പ് ലോസ് ഹിറ്റായി. അപ്പൊ അങ്ങനെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായ സമയത്ത് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പോലെ ന്യൂ ഹൈ ക്രിയേറ്റ് ചെയ്യാതെ തന്നെ ഡയറക്റ്റ് ഓർഡർ ബ്ലോക്കിൽ പോയി മിറ്റിഗേറ്റ് ചെയ്ത് ചെയ്തു. സോ നമുക്ക് ഈ ഒരു എൻട്രി മിസ്സായി. ഈ ഒരു എൻട്രി നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല, നമ്മളത് അതിന്റെ കാര്യമേ വിട്ടു. അപ്പൊ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ICT സ്ട്രക്ചർ വഴിയാണ് നമ്മൾ എൻട്രീസ് പ്ലാൻ ചെയ്ത്, സ്ട്രക്ചർ വഴിയാണ് എൻട്രീസ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്.
സോ ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ നിന്ന് നമ്മളുടെ എൻട്രീസ് മിസ്സാവും ചെയ്തു, ഇവിടെയുള്ള നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റാവും ചെയ്തു. അപ്പോൾ ഇപ്പൊ നല്ല രീതിയിൽ നോക്കുന്നതാണ്. എനിക്ക് തോന്നുന്നു 4560. ഇനി നമുക്ക് മാക്സിമം ലോസ് ചെയ്യാൻ പറ്റുന്നത് $64. ഓക്കെ. ഈ ഈ ഒരു അവസ്ഥയിൽ മാർക്കറ്റ് വെക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ട് വെക്കുമ്പോൾ ഇവിടെ വന്ന് നോക്കുകയാണെങ്കിൽ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഇൻഡ്യൂസ്മെന്റ് ആയിട്ട് വർക്ക് ചെയ്യും. നമുക്ക് ഇതിന്റെ താഴെയുള്ള ഓർഡർ ബ്ലോക്ക് മേ ബി ഇതോ ഏതെങ്കിലും ഓർഡർ ബ്ലോക്ക് വെക്കാം. പക്ഷെ ഞാൻ 15 മിനിറ്റ്സിൽ ഇന്നത്തെ ഒരു ആന്റിസിപ്പേഷൻ പറയാം കേട്ടോ. 15 മിനിറ്റ്സിലെ ഈ ഒരു ഇത് കണ്ടോ, ഇത് ഇൻഡ്യൂസ്മെന്റ് ആയിട്ട് വരും. കാരണം ഇങ്ങനത്തെ സിനാരിയോസിൽ മാർക്കറ്റ് വീണ്ടും അതേ റേഞ്ചിലോട്ട് വരുന്ന പോസിബിലിറ്റി കുറവായിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, ഇവിടെ ഓർഡർ ബ്ലോക്ക് ഉണ്ട്, മാർക്കറ്റ് മിറ്റിഗേറ്റ് ചെയ്തിട്ടുണ്ട്, ഹൈയിലോട്ട് പോയിട്ടുണ്ട്. സോ എഗൈൻ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. സോ ഇവിടുന്ന് മിറ്റിഗേറ്റ് ചെയ്ത് ഞാൻ ഇൻവെസ്റ്റ്മെന്റ് വരെ ഞാൻ ഈ ഒരു മാർക്കറ്റ് എക്സ്പെക്ടേഷൻ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞുതരാം നെക്സ്റ്റ്. ഞാൻ ഇവിടെ നിന്ന് ഒരു എൻട്രി ഓൾറെഡി പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, എക്സിക്യൂട്ട് ആയിട്ടുണ്ടാവണം. കൺഫേം എൻട്രീസ് ഒന്നും അല്ല, നമ്മുടെ ഡയറക്റ്റ് എൻട്രീസ് തന്നെയാണ് നമ്മൾ പറയുന്നത്. ഇവിടുത്തെ നമ്മുടെ റിസ്ക് റിവാർഡ് നോക്കുകയാണെങ്കിൽ 1:7 RRR. 1:7 RRറിൽ നമ്മളൊരു എൻട്രീസ് ഇപ്പോൾ കറന്റ് ഇവിടെ പ്ലേസ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ സ്ട്രക്ചേഴ്സ് ഒന്ന് നോക്കിയേ. മാർക്കറ്റ് ഒരു ബുള്ളിഷ് സ്ട്രക്ചറിൽ വന്ന് എഗെയിൻ ഫാൾ ചെയ്തു, എഗെയിൻ അപ്ലോട്ട് പോയിട്ട് ഈ ഒരു ഇതിനെ സ്വീപ്പ് ചെയ്യുക, ഒപ്പം തന്നെ ഇവിടെയുള്ള ഓർഡർ ബ്ലോക്ക് എടുത്തു, രണ്ടും നടന്നു. എഗെയിൻ അപ്ലോട്ട് പോയി. അപ്ലോട്ട് പോകുന്ന സമയത്ത് ഇവിടെ എന്ത് നടന്നിട്ടുണ്ട്, ഒരു ഇൻവെസ്റ്റ്മെന്റ് നടന്നിട്ടുണ്ട്. എഗെയിൻ താഴോട്ടും ഓർഡർ ബ്ലോക്ക് വാലിഡേറ്റ് ചെയ്യും. മാർക്കറ്റ് ഹൈയിലോട്ട് തന്നെ പോകും എന്നുള്ളതാണ് നമ്മളൊരു ആന്റിസിപ്പേഷൻ നൽകുന്നത്. ഇനി നമുക്ക് നോക്കാം എന്താണ് മാർക്കറ്റിൽ നടക്കുക എന്നുള്ളത്. നമ്മളിപ്പോ സേഫർ ആയിട്ട് ഈ ഒരു ഹൈ വെച്ചാൽ തന്നെ 1:4 സംതിങ്, 1:5 നിയർ ബൈ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. ഇൻ കേസ് സ്റ്റോപ്പ് ലോസ് അടിക്കുകയാണെങ്കിൽ നമുക്കൊന്നും പറയാനില്ല, സ്റ്റോപ്പ് ലോസ് അടിച്ച് എത്ര വരും. ഓക്കെ, ഇതാണ് നമ്മുടെ മാർക്കറ്റിൽ ഉണ്ടായിരുന്ന ഇന്നത്തെ ഒരു യൂറോ യുഎസ്ഡിയുടെ വ്യൂ എന്ന് പറയുന്നത്. നമ്മൾ എടുത്തിട്ടുള്ള ട്രേഡ്സ് ഇന്നിപ്പോ കറന്റ് ഇറങ്ങാനുള്ള പൊസിഷൻസ് കാണിക്കുന്നു. പിന്നെ നമുക്ക് ഇനിയിപ്പോ സ്ട്രാറ്റജീസ്, നമുക്ക് ഏതൊക്കെ സ്ട്രാറ്റജി യൂസ് ചെയ്യാം എന്നുള്ളൊരു സെക്ഷൻ ഉണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത് എങ്ങനെയാണ് ക്ലോസ് ചെയ്യട്ടെ. നമുക്ക് ആദ്യം ഒരു 15 മിനിറ്റ്സിൽ തന്നെ നോക്കാം. ഇതാണ് നമ്മളുടെ ഡേ ഓപ്പണിംഗ്. 5 മിനിറ്റ്സിൽ അപ്പിലോട്ട് പോകാം അല്ലെ, അതായത് എന്നാ ഹയർ ടൈം ഹയർ ടൈം 4 അവർ ഏറ്റവും ഇതായി. ഫോർ അവറിൽ മാർക്കറ്റിന്റെ ഓപ്പൺ, അടുത്ത് ഓപ്പൺ ആയി അഗെയിൻ മാർക്കറ്റ് ഫാൾ ചെയ്ത് തിരിച്ച് ഓർഡർ ബ്ലോക്ക് എടുത്ത് മാർക്കറ്റ് അപ്പിലോട്ട് വരും. സോ നമ്മുടെ നോർമൽ ഐസിഎസ്എം സ്ട്രാറ്റജി. ഓക്കെ, ഇവിടെ നമുക്ക് കാര്യമായിട്ടൊന്നും റിസർച്ച് ചെയ്യാനോ കണ്ടുപിടിക്കാനോ ഇല്ല എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ആകെ ലിക്വിഡിറ്റി ഉണ്ട്, ഇതിലൊരു ഫാഗ് ഉണ്ട്. സോ ഹൈ പോസിബിൾ ടു
ഇത് ടാപ്പ് ചെയ്യും. പക്ഷെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഓൾറെഡി ഒരു രണ്ട് എടുത്തിട്ടുണ്ട് മേലോട്ട്. സോ അതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. കറന്റ് ഇന്നത്തെ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ 1, 2, 3, 4 സിമ്പിൾ. നമുക്ക് 4 ഹവറിൽ ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാൻ എനിക്ക് പറ്റുകയില്ല. SMCയുടെ ഈ ഒരു ഏരിയാസുമാണ്. SMC ആണ് ഇവിടെ ആക്റ്റീവ് എന്നുള്ളത്. ഇവിടെ വേറെ ഓർഡർ ബ്ലോക്സും കാര്യങ്ങളും ഇവിടുത്തെ ഏതാ 1 ഹവർ. 1 ഹവറിൽ മാർക്കറ്റ് ഓപ്പൺ ആയത് ഇത് രീതിയിലാണ്. മാർക്കറ്റ് ഓക്കെ. നമുക്ക് അതായത് ഓപ്പൺ റേഞ്ച്, ഓപ്പൺ ഹൈ, ഹൈ ലോ റേഞ്ച് ഒക്കെ നോക്കാം കേട്ടോ. ഇത് 1 ഹവറിന്റെ ഓപ്പൺ. ഇത് നമുക്കൊരു ഇൻവെസ്റ്റ്മെന്റ് ഒക്കെയാണ് ഈ ഒരു സാധനം. പറയും ഫെയർ വാല്യൂ ക്യാപ്പ് എടുത്തു. നോക്കട്ടെ എന്ത് ചെയ്തു. ഇവിടെ നോർമലി ചീപ്പാണ്. ഇപ്പൊ എന്താ നടക്കാൻ സാധ്യത തോന്നുന്നത്? നോക്കാം. 1 ഹവർ. ഓക്കെ, നമ്മുടെ 50 മിനിറ്റ്സ് നോക്കാം. മാർക്കറ്റ് ഓപ്പൺ. മാർക്കറ്റിന്റെ ക്യാൻഡിൽ പ്രൈസ് പറയുകയാണെങ്കിൽ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ അവിടെ ഒരു ഇതായിട്ട് കൺസിഡർ ചെയ്യണം. ഇതിൽ നമുക്കൊരു മാർക്കറ്റ് ഓപ്പൺ ആയി 3 മിനിറ്റ്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ക്യാൻഡിൽ അടുത്ത ക്യാൻഡിൽ നമുക്ക് ക്യാൻഡിൽ തമ്മിൽ നല്ലൊരു വോളിയം ഇംബാലൻസ് എന്ന് പറയും ഇതിന്. ഇവിടെ ഒരു വോളിയം ഇംബാലൻസ് ഉണ്ട്. ഉണ്ട്. ഇങ്ങനത്തെ സിനാരിയോസ്, അതായത് നമ്മൾ മനസ്സിലാക്കുക ഒരു വോളിയം ഇംബാലൻസ് പ്രോപ്പറായിട്ട് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഇതുപോലത്തെ ഒരു ലിക്വിഡിറ്റി ഏരിയാസ് എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ
എന്നിട്ട് അവിടുന്ന് ഒരു സഡൻ ആയിട്ടുള്ള ഒരു ആക്സിഡന്റ് തൊട്ടാണ് പോസിബിലിറ്റി. അങ്ങനെയാണെങ്കിൽ ഇത് മേലെയാണ് പോയി ക്ലോസ് ചെയ്തത് വേറെ വിഷയം. ഇത് നമുക്കറിയാം ഇതെന്താണ്, ഇതൊരു ഹൈ ഡിമാൻഡ് ഏരിയയാണ്. കാരണം ഭാഗത്ത് ഇവിടുന്ന് ബൗൺസ് ആയിട്ടുണ്ട്, അവിടെ ഒരു എന്ത് വോളിയം ഇംബാലൻസ് ഉണ്ട്. മാർക്കറ്റേക്ക് വരുന്നുണ്ട് അവിടെ. ഉം. ഇതൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ മാർക്കറ്റിന്റെ ഗെയിം പ്ലേ കാണാം. അപ്പോൾ ഇതാണ് ലാസ്റ്റത്തെ ഒരു ബ്ലോക്ക് ആയിട്ടൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ചാനൽ എന്നാണ്. മാർക്കറ്റ് ടാപ്പ് ചെയ്ത് വന്നതിന് ശേഷം റിയാക്ഷൻസ് നോക്കിയ ഒരു ഫാൾ ഫാൾ ഓളില്ലാത്ത മൂമെന്റ്സില് ഇവിടെയാണ് നമ്മള് ക്ലവർ ആവുന്നത്. കാരണം ഇങ്ങനെ ഒരു കാര്യം ഇവിടെ നടക്കുമ്പോൾ കൂടുതലും നമ്മൾ എന്ത് ചെയ്യണം, ഇവിടുത്തെ ഡിമാൻഡ് പൊളിഞ്ഞു എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ എൻട്രീസ് ആണ് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്. നമുക്കിവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്, സ്റ്റാർ വാല്യൂ ഗ്യാപ്സ് ഉണ്ട്, സോ അതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവും. വാ 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 സ്ട്രൈക്കർ ഉണ്ട്. ഡയറക്റ്റ് സ്ട്രൈക്കർ എൻട്രീസ് നമുക്ക് പോകാൻ പറ്റും. സ്ട്രൈക്കർ ടാപ്പ് ചെയ്തു പോകാം. സോ ഇവിടെ നമുക്ക് നല്ലൊരു സപ്ലൈ ആണെന്ന് അറിയാം. കാരണം ഇവിടെ നല്ല റിയാക്ഷൻസ് കിട്ടിയിട്ട് നമുക്കൊരു ആന്റിപ്ലേസ് ഉണ്ടായിരുന്ന ഏരിയയാണ്. സോ അവിടെ റിട്ടേൺ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് എൻട്രീസ് പ്ലേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിനെ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാനും പറ്റും. കാരണം ഇവിടെ വരെ വന്ന് മാർക്കറ്റ് ഫാൾ ചെയ്ത് അഗൈൻ വരുന്ന സമയത്ത് നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ഇതിനെ കൺസിഡർ ചെയ്യാം. ഇവിടെയുള്ള ഫാബ് ആണ് ലാസ്റ്റ് എടുത്തിട്ടുള്ള ഈ ഒരു കാര്യം. അത് മാർക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ നമുക്ക് വേറെ ഏത് ഡിമാൻഡും ഇവിടെ ബ്രേക്ക് ചെയ്തായിട്ട് കാണണം. നേരിട്ട് നമ്മുടെ ബ്രേക്കറിൽ എൻട്രി പ്ലേസ് ആവുന്നു, അതേപോലെ തന്നെ ഫെയർ വാല്യൂ ഗ്യാപ്പിലും എൻട്രി പ്ലേസ് ആവുന്നു, ഡയറക്റ്റ് ഫാൾ ചെയ്യുന്നു. ഇനി ഇവിടുത്തെ ഡിമാൻഡ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ആകെ വരുന്നത് ഓർഡർ ബോക്സ് ഡിമാൻഡ് എന്ന് പറയുന്നത് ഇത് മാത്രമേ. സോറി, ഇത് ഇതായിരുന്നു. ഡിമാൻഡ് അല്ല, സപ്ലൈ ആണ്. ഇവിടെയാണ് നമ്മളുടെ എന്തുണ്ടായിരുന്നത്, ഫോറിലെ നമ്മുടെ വ്യൂ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ വരെ ഉണ്ടായിരുന്നു. സോ നമുക്ക് വൺസ് ആ ഏരിയ ടാപ്പ് ആയി തന്നെ നമ്മുടെ ഡീറ്റെയിലുള്ള എൻട്രീസ് നമുക്ക് പ്ലാൻ ചെയ്യാം. കാര്യമായിട്ട് മിസ്സാക്കി അയ്യോ നഷ്ടപ്പെടുത്തി എന്ന് പറയാൻ പാടില്ല. നമുക്ക് എൻട്രീസ് ഒന്നും ഈ ഒരു എൻട്രി അല്ലാതെ വേറെ ഏതും വന്നതായിട്ട് എനിക്ക് കാണാൻ പറ്റില്ല.
ഇപ്പൊ